തെലങ്കാന ടണൽ ദുരന്തത്തിന് ഒരു വർഷം മുൻപേ ടണൽ നിർമ്മാണത്തിലെ അപാകതകൾ CAG ചൂണ്ടിക്കാട്ടിയിരുന്നതായി റിപ്പോർട്ടുകൾ. പദ്ധതിയുടെ വ്യാപ്തി വളരെ വലുതായിരുന്നിട്ടും സമഗ്രമായ ശാസ്ത്രീയ വിലയിരുത്തലുകളില്ലാതെയാണ് നിർമ്മാണം മുന്നോട്ട് പോയതെന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്ക നിർമ്മാണ പദ്ധതികളിലൊന്നാണ് നാഗർ കുർണൂലിലെ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന തുരങ്കം. ജയപ്രകാശ് അസോസിയേറ്റ്സ് ലിമിറ്റഡ് ആയിരുന്നു പദ്ധതി കമ്മീഷൻ ചെയ്തത്. തെലങ്കാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ശാസ്ത്രീയ പഠനമോ വിശകലനമോ നടത്തിയതായുള്ള ഓഡിറ്റ് രേഖകൾ ലഭ്യമല്ലെന്നാണ് ഒരു വർഷം മുൻപേയുള്ള CAG റിപ്പോർട്ടിൽ പറയുന്നത്. സമഗ്രമായ ശാസ്ത്രീയ വിലയിരുത്തലുകളില്ലാതെയാണ് പദ്ധതി മുന്നോട്ടു പോയതെന്നും കോൺട്രാക്ടർമാരുടെ ആവർത്തിച്ചുള്ള മാറ്റങ്ങളും ഉത്ഖനന രീതികളിലെ മാറ്റങ്ങളും കാലതാമസവും പദ്ധതിയെ പ്രതികൂലമായി ബാധിച്ചെന്നും CAG റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. ടണൽ നിർമ്മാണത്തിലെ മോശം ആസൂത്രണവും റിപ്പോർട്ടിലുണ്ട്. ലിങ്ക് ടണൽ ഉയരത്തിൽ നിർമ്മിച്ചത് വെള്ളം കെട്ടിനിൽക്കാൻ കാരണമായി. കരാറുകാരെ ഇടയ്ക്കിടെ മാറ്റിയത് പദ്ധതിയിൽ കാലതാമസം വരുത്തി. നിർമ്മാണ പ്രവൃത്തികളിൽ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കാതെ 66.09 കോടി രൂപയുടെ പാഴ്ചെലവുണ്ടായതായും 2023 CAG റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ കണ്ടെത്തലുകളെയെല്ലാം തെലങ്കാന സർക്കാർ തള്ളുകയാണുണ്ടായത്. ഫീഡർ കനാൽ വീതി കൂട്ടൽ, ടണൽ ബോറിംഗ് മെഷീനിൽ നിന്നും മാനുവൽ ഡ്രിൽ, ബ്ലാസ്റ്റ് എന്നീ ഉത്ഖനന രീതിയിലെ മാറ്റങ്ങൾ തുടങ്ങിയവയിലെ പൊരുത്തക്കേടുകൾ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. തുരങ്ക നിർമ്മാണത്തിൽ കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടികളും പാലിച്ചിട്ടില്ലെന്നും CAG റിപ്പോർട്ട് ആരോപിക്കുന്നു. ടണലിംഗ് ജോലികൾക്കുള്ള സുരക്ഷാ നടപടിക്രമങ്ങൾ പ്രകാരം കൃത്യമായ ഇടവേളകളിൽ എമർജൻസി എക്സിറ്റ് പോയിന്റുകൾ തയ്യാറാക്കണം. തുരങ്ക നിർമ്മാണത്തിനായുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഓരോ 5 കിലോമീറ്ററുകളിലും സജ്ജമാക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ SLBC തുരങ്കത്തിൽ ഓരോ പോയിന്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അപകടത്തിന്റെ ആക്കം കൂട്ടി. ഫെബ്രുവരി 22 ടണൽ ഇടിഞ്ഞുവീണ് 8 തൊഴിലാളികൾ കുടുങ്ങിയത്. ദിവസങ്ങൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് ഒരാളുടെ മൃതദേഹം വീണ്ടെടുക്കാനായത്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ദുർഘടമായപ്പോൾ തന്നെ തൊഴിലാളികളെ ജീവനോടെ പുറത്തെത്തിക്കാനുള്ള സാധ്യതകളെല്ലാം മങ്ങിയിരുന്നു. തുരങ്കത്തിനകത്ത് അവശേഷിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി നടക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.